കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിമി റോസ് ബെൽ ജോൺ. കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ ചൂഷണം ചെയ്തവർ ഇന്ന് നേതൃത്വത്തിന്റെ തലപ്പത്താണെന്ന് സിമി റോസ് ബെൽ ജോൺ ആരോപിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ കേരളത്തിന് നൽകിയ 30 കോടി രൂപ എവിടെ പോയെന്നും അവർ ചോദിച്ചു. കേരള വിഷൻ ന്യൂസിലൂടെയായിരുന്നു സിമി റോസ് ബെൽ ജോണിന്റെ പ്രതികരണം. അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന് പിന്നാലെ തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. 3 വർഷം പ്രവർത്തിച്ചവർക്ക് പാർട്ടിയിൽ നേതാവാകാമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കാരണം കേരളത്തിലെ കോൺഗ്രസ് നശിക്കുമെന്നും സിമി റോസ് ബെൽ ജോൺ പറഞ്ഞു. ഒരു ക്രൈറ്റീരിയ മെറിറ്റും ഇല്ലാത്ത ആൾക്കാർക്ക് രാജ്യസഭ കൊടുക്കുകയാണ്. അപ്പൊ അവരെ സെലക്ട് ചെയ്യുന്ന ആളുകളെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ക്രൈറ്റീരിയ എന്തായിരിക്കും? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പോക്ക് പോയാല് നശിച്ച് നാരായണക്കല്ലാവുന്നു. കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ ചൂഷണം ചെയ്ത ആളുകൾ ഇന്ന് പാർട്ടി നേതൃത്വത്തിന്റെ ഉന്നത സ്ഥാനത്തുണ്ടെന്ന് സിമി റോസ് ബെൽ ജോൺ ആരോപിച്ചു. ഇപ്പൊ ഈ 2 ദിവസങ്ങളിലായിട്ട് വേറെ ഒരുപാട് പേര് എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അനുഭവിക്കുന്നത്. അതൊക്കെ വരട്ടെ. ഇപ്പൊ എല്ലാവർക്കും കുറേശ്ശെ ധൈര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഞാനൊരു വലിയൊരു വിപ്ലവത്തിന് നാന്ദി കുറിച്ചു. കാരണം ഇവര് വിചാരിച്ചത് ഇന്നലെ എന്നെ അങ്ങോട്ട് പുറത്താക്കി. ഈ ഇദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തീർന്നു, അതൊക്കെ പോയി, അതൊക്കെ ആര് എന്ത്. കാരണം എന്റെ ഒപ്പം പ്രവർത്തിക്കാൻ ഈ ജില്ലയിൽ പോയിട്ട് സ്റ്റേറ്റിൽ പറ്റിയിട്ടില്ലേ. അപ്പൊ അതിന്റെ ഒരു കൊതിക്കറിവ് എന്നോട് പണ്ട് മുതലേ ഉള്ളതാ. കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ ഡി.കെ. ശിവകുമാർ നൽകിയ 30 കോടി രൂപ എവിടെ പോയെന്നും സിമി റോസ് ബെൽ ജോൺ ചോദിച്ചു. 30 കോടി രൂപ ഡി.കെ. ശിവകുമാർ കൊടുത്തയച്ചു. അതൊരു കായവണ്ടിയിലാണ് ലാസ്റ്റ് ഇലക്ഷൻസ് കൊടുത്തയച്ചു. അപ്പൊ അതിന്റെ ഒരു വിശ്വസ്തന്റെ കായവണ്ടിയിലാന്നാ പറയുന്നത്. അപ്പൊ ആ വണ്ടിയുടെ നമ്പറും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ടുണ്ട്. ഈ പണം എത്തിയത് കേരളത്തിലെ കോൺഗ്രസിനാണോ അല്ല സതീശന്റെ കയ്യിലേക്കാണോ? അത് എത്തേണ്ട ആളെ എത്തിക്കാൻ വേണ്ടി കൊടുത്തതാ. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാ എന്നാണ് ഇന്ന് ഞാൻ അറിയുന്നത്. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയെങ്കിലും താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്നും സിമി റോസ് ബെൽ ജോൺ വ്യക്തമാക്കി. തീർച്ചയായും ഗുരുതരമായ ചില ആരോപണങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ സിമി റോസ് ബെൽ ജോൺ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒന്നവർ പറയുന്നു, കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിച്ച സ്ത്രീകളെ ചൂഷണം ചെയ്ത ആളുകൾ, അവർക്ക് തെളിവുകൾ അടക്കം സിമി റോസ് ബെൽ ജോണിന്റെ കയ്യിലുള്ള ആളുകൾ ഇന്ന് പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ഉന്നതരാണ്. അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നും 30 കോടി രൂപ കേരളത്തിലേക്ക് എത്തി. ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ PR വർക്ക് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഏറാൻമൂളികളായി പ്രവർത്തിക്കാൻ കഴിയാത്ത ആ വനിതകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമില്ല. ഈ വെളിപ്പെടുത്തലുകൾ വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്യാമറ പേഴ്സൺ ഗോവിന്ദ് കെയറിനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്.